ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഇറാനിലെ സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്കയും അറിയിച്ചു. സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ചർച്ചകൾ തുടരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ, അമേരിക്കയുടെ ഇടപെടൽ, ഈ സമയത്താണ് പ്രധാനമന്ത്രി ഇറാൻ നേതൃത്വവുമായി അല്ലെങ്കിൽ ഇറാൻ രാജ്യവുമായി സംസാരിക്കുന്നത്. ഫോണിൽ സംസാരിക്കുന്നു. ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായാണ് അദ്ദേഹം ഫോണിൽ സംസാരിച്ചത്. ഫോണിൽ സംസാരിച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും ആശങ്കകൾ, പരസ്പരമുള്ള കരുതലുകളും ആശങ്കയും പങ്കുവയ്ക്കുകയും ചെയ്തുവെന്നും പ്രധാനമന്ത്രി തൻ്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ളൊരു നീക്കങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇന്ന് രാവിലെ ആണ് വലിയ തോതിലൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഉണ്ടായത്. ഇസ്രയേലും വീണ്ടും ആക്രമണങ്ങൾ തുടരുകയും ചെയ്തു. തിരിച്ചും ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിനെതിരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു സംഘർഷ സാഹചര്യം പെട്ടെന്ന് തന്നെ ഇല്ലാതാകാനുള്ള നടപടികൾ സ്വീകരിക്കുക, അത് പെട്ടെന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ നയതന്ത്ര ബന്ധത്തിലൂടെയും അല്ലാതെ ഈ ലോകത്ത് സമാധാനവും സ്ഥിരതയും സുരക്ഷയും ഊട്ടിയുറപ്പിക്കാനാവില്ല, അല്ലെങ്കിൽ അത് സ്ഥാപിക്കാനാവില്ല എന്നും പ്രധാനമന്ത്രി പരസ്പരം സംഭാഷണത്തിൽ കൃത്യമായി അറിയിച്ചതായി മസൂദ് പെസഷ്കിയാനെ അറിയിച്ചതായി കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ എക്സ് പോസ്റ്റിലൂടെ. നമുക്കറിയാവുന്നതാണ്, ഭാരതവുമായി ഒരു മികച്ച നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ നേരിടുന്നൊരു പ്രശ്നത്തിൽ സ്വാഭാവികമായ നയതന്ത്ര തലത്തിലുള്ളൊരു ഇടപെടൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ നേരിട്ട് ഭാരതത്തോട് ആവശ്യപ്പെട്ടതാണ് ഈ സംഘർഷത്തിൽ ഒരു ഭാരതം ഇടപെടണം, സമാധാനപരമായ നീക്കങ്ങൾക്കായി ഭാരതം ഇടപെടണമെന്നൊരു ആവശ്യം ഇറാൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഐസൺ ജോസ്. തീർച്ചയായും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചത് നമുക്കറിയാവുന്നതാണ്. ഇറാൻ്റെ ഭാരതത്തിലെ സ്ഥാനപതി ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഭാരതത്തിലെ സ്ഥാനപതി പറഞ്ഞത്, ഇസ്രയേലുമായി വളരെ മികച്ച ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. സ്വാഭാവികമായും ഇറാനുമായും ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാധ്യത മനസ്സിലാക്കി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെടണമെന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായും ഇറാൻ്റെ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു അത്. അതായത് മസൂദ് പെസഷ്കിയാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും അതുപോലെ തന്നെ നയതന്ത്ര തലത്തിലും ഇടപെടാനുള്ള ഒരു നീക്കം നയതന്ത്ര മന്ത്രാലയങ്ങൾ തമ്മിൽ നടന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും ഭാരതത്തിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ പ്രായോഗികമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാരണം 3 കക്ഷികളാണ് ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഇറാനാണ്, മറ്റൊന്ന് ഇസ്രായേലാണ്, മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയുമായും ഭാരതവുമായും ഇറാനുമായും അതുപോലെ തന്നെ ഇസ്രായേലുമായും ഭാരതം മികച്ച ബന്ധം നിലനിർത്തുന്ന 2 രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങളുമായുള്ള മികച്ച ബന്ധം ഈ സംഘർഷം അയവുവരുത്തുന്നതിന് കാര്യക്ഷമമായി ഇടപെടാനുള്ളൊരു സാധ്യതയിലേക്ക് വഴി തുറക്കുമെന്നാണ് ഭാരതത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഭാരതം എല്ലാ കക്ഷികളും പൂർണ്ണ തോതിൽ ഭാരതത്തിൻ്റെ മധ്യസ്ഥം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇടപെടാമെന്ന നയപരമായ രീതിയാണ് ഏത് വിഷയത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലും അതേ വിഷയം തന്നെയായിരിക്കും, നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തു തന്നെയായാലും പ്രധാനമന്ത്രി ചർച്ച ചെയ്തു ഈ സമാധാനവും സുരക്ഷയും ശാന്തിയും അതുപോലെ തന്നെ മറ്റ് സ്ഥിരതയും ഉണ്ടാകുന്നതിന് കാര്യമായ ഇടപെടൽ നടത്താനാവുക നയതന്ത്ര തലത്തിലായിരിക്കും. അത്തരം ഇടപെടലുകൾ നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായുള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം മോദി മുന്നോട്ട് വെച്ചു. ഇറാനിലെ സാഹചര്യങ്ങളിൽ ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.